സമയം രാവിലെ ഒരു 8 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പട്ടിക്കുട്ടി വന്നിട്ട് ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പട്ടിക്കുട്ടിക്ക് ബ്രെഡ് കൊടുക്കണം കേട്ടോ. ഒന്നില്ലെങ്കിൽ ബ്രെഡ് കൊടുക്കുക അല്ലെങ്കിൽ റസ്ക് കൊടുക്കുക കേട്ടോ. ബിസ്ക്കറ്റ് കഴിക്കാൻ പട്ടിക്കുട്ടിക്ക് ഇഷ്ടമില്ല. പിന്നെ നിങ്ങൾ ആരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ബിസ്ക്കറ്റ് കൊടുക്കാൻ പാടില്ല എന്ന്. അപ്പോൾ അത് കാരണം ഇപ്പോൾ ബിസ്ക്കറ്റ് കൊടുക്കുന്നില്ല കേട്ടോ. റസ്ക് കൊടുക്കും, അല്ലെങ്കിൽ ബ്രെഡ് കൊടുക്കും, അല്ലെങ്കിൽ ചപ്പാത്തി പൂരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇഡ്ഡലി ദോശയൊന്നും വലിയ ഇഷ്ടമില്ല. അപ്പോൾ ഇതാ നമ്മുടെ പട്ടിക്കുട്ടി ബ്രെഡൊക്കെ കൂടി വായിൽ ഒതുക്കി പിടിച്ചിട്ട് വേഗം അവിടുന്ന് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. ആരെ പേടിച്ചിട്ടാണെന്നറിയോ? പീക്കിരിക്കുട്ടനെ പേടിച്ചിട്ടാണ് കേട്ടോ. പീക്കിരിക്കുട്ടനെ പട്ടിക്കുട്ടിക്ക് ഭയങ്കര പേടിയാണ്. പീക്കിരി പോയിട്ട് മിരട്ടുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. അപ്പം എല്ലാം കൂടെ വായയിൽ ഒതുക്കിയിട്ട് പോണ പോക്കാണ് കേട്ടോ ഈ കാണുന്നത്. ഒന്നും അവിടെ ഇടാനും പാടില്ല, എല്ലാം കൊണ്ടും വേണം. എന്നാൽ എല്ലാം കൂടെ വായയിൽ ഒതുക്കി പിടിക്കാനുള്ള ഒരു കഴിവ് കഴിഞ്ഞില്ല കേട്ടോ. അങ്ങനെ കുറേയൊക്കെ പറ്റണതൊക്കെ എടുത്തിട്ട് ഇതാ ദൂരെ പോയിരുന്ന് കഴിക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ പൂച്ചക്കുട്ടിക്കൊക്കെ ചോറ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് അയിലാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ ഇത് അയില തലയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവരെ പുറത്താക്കിയിട്ട് വർക്കേരിയയിലാക്കി വാതിലടച്ചിട്ടാണ് കേട്ടോ മീൻ വേവിക്കുന്നത്. അപ്പോൾ അത് കുറിഞ്ഞിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എപ്പോഴും ഞാൻ മീൻ വേവിക്കുന്ന സമയത്ത് അവൾ എൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഞാൻ പുറത്താക്കിയതിൻ്റെ പ്രതിഷേധമാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ തലയൊക്കെ തൊട്ടിട്ട് ഇപ്പം തരാട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ ശാന്താവും കേട്ടോ. എല്ലാ പൂച്ചകളും അങ്ങനെയാണ്. നമ്മൾ തല തൊട്ടിട്ട് നമ്മൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ പിന്നെ മിണ്ടാതിരുന്നു. അപ്പോൾ ഇനി അധികം അവരെ ഭ്രാന്ത് പിടിപ്പിക്കുന്നില്ല. അവർക്കുള്ള ചോറും മീനൊക്കെ കൂട്ടി കുഴച്ച് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ അയിൽ വേവിച്ചിട്ട് ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് ഇവിടെ കുടന്ന് വെച്ചിട്ടുണ്ട്. ചോറും കുടന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബൊമ്മിക്കുട്ടിയും കുറിഞ്ഞി ഇതവിടെ ഇരിക്കണുണ്ടോ. ഇവരിയ്ക്കണ പോലെ ഒന്നും പീക്കിരിയും ബബിളും ചമ്പി ഇരിക്കില്ല കേട്ടോ. മീനൊക്കെ എടുത്തിട്ട് പോവും. പക്ഷെ ഇവർക്ക് നല്ല ഒതുക്കാണ് കേട്ടോ. നമ്മൾ എടുത്ത് കൊടുത്താൽ മാത്രമാണ് കേട്ടോ ഉണ്ണുള്ളൂ. അപ്പോൾ കുറിഞ്ഞിക്കൊരു മീൻ എടുത്താൽ കൊള്ളാന്നൊക്കെ മോഹമൊക്കെ ഉണ്ട്. പക്ഷെ എന്നെ പേടിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞാലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഇവർക്ക് ചിലപ്പോൾ ചില സമയത്ത് ഒരു വാശി പിടിക്കും കേട്ടോ. മീൻ കൂട്ടിയിട്ട് ചോറ് കഴിക്കില്ല, മീൻ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് കുറിഞ്ഞിക്കും ബൊമ്മിക്കും അങ്ങനെയുള്ള കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാൻ 2 അയിലേക്ക് എടുത്തിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് നമ്മുടെ പൂച്ചക്കുട്ടികൾക്കൊക്കെ കൊടുത്തു കേട്ടോ. ബബിൾക്കുട്ടനും പീക്കിരിക്കുട്ടനും കൂടി ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ചമ്പിക്കുട്ടി നേരത്തെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ ബാക്കി വെച്ചു കേട്ടോ. കുറിഞ്ഞി ബൊമ്മി മീൻ തന്നെ തന്നില്ല എന്ന് പറഞ്ഞിട്ട് ചോറ് മിക്സ് ചെയ്ത് തന്നു പറഞ്ഞിട്ട് തെറ്റിയിട്ട് ചോറ് ബാക്കി വെച്ചിട്ട് പോയി കേട്ടോ. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ പിടിച്ച് പുറത്താക്കിയതാണ് കേട്ടോ. ഇനി ഞാൻ അകത്ത് കയറ്റുന്നില്ല, പുറത്തിരിക്കട്ടെ. അപ്പം നമ്മുടെ നായക്കുട്ടിക്ക് ഇതാ ചോറ് കൊടുത്തിട്ടോ. കുറച്ച് മീനൊക്കെ കൂട്ടി അതിൻ്റെ ഗ്രേവിയൊക്കെ ഒഴിച്ചിട്ട് ചോറ് കൊടുത്തു. അപ്പോൾ നായക്കുട്ടിക്കാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ നായക്കുട്ടി ഇവിടെ കിടക്കുന്നത് കേട്ടോ. സോറി, നായക്കുട്ടി അല്ല, പട്ടിക്കുട്ടി ഇവിടെ കിടക്കുന്നത് എന്തിനാ വെച്ചാൽ ഈ ഉച്ചയ്ക്ക് മീൻ കൂട്ടിയിട്ട് ചോറുണ്ണാൻ വേണ്ടിയിട്ടാണ് കണ്ടോ. ആ ഇലയെന്ന് പോകാനും കൂടി മനസ്സ് വരുന്നില്ല കേട്ടോ. അപ്പോൾ കൊടുക്കുമ്പോഴൊക്കെ വയറ് നിറച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗ്രേവിയൊക്കെ നമ്മുടെ ബബിളിക്കുട്ടൻ വന്ന് കുടിച്ചു. അപ്പം നമ്മുടെ ചമ്പിക്കുട്ടിയൊക്കെ നല്ല സുഖമായിട്ടിരിക്കുന്നത്, അവൾക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങുകയാണ്. കുറിഞ്ഞിയതാ കട്ടിലിൻ്റെ ചോട്ടിൽ തണുപ്പ് കിട്ടാൻ വേണ്ടി പോയി കിടക്കുന്നുണ്ട്. ഇവരൊക്കെ ദൈവടി ഉറങ്ങുന്നുണ്ട് കേട്ടോ.